ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ KD വേൾഡ്. ഞാൻ ദേവദത്ത് പാലങ്ങാട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പെറ്റിനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലവ് ബേർഡ്സ് അതൊന്നുമല്ല, ഒരു ഫിഷ്, അതായത് ഫൈറ്റർ ഫിഷ് അറിയില്ലേ, അപ്പം അതിനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പെറ്റ് ഷോപ്പിലാണ്. അപ്പോൾ ഈ പെറ്റ് ഷോപ്പിൻ്റെ പേര് കരീം പെറ്റ്സ് എന്നാണ് നമ്മൾക്ക് പറയൽ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ പെരുമ്പയിൽ ഫസ്റ്റ് കാണുന്ന പെട്രോൾ പമ്പിൻ്റെ നേരെ മുമ്പിലായി വരുന്നതാണ് ഈ പീഡിയ. അപ്പോൾ ഇവിടെ കുറേ ബേർഡ്സുണ്ട്, പിന്നെ ക്യാറ്റുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാനിന്ന് വാങ്ങാൻ വന്നിരിക്കുന്നത് ഫൈറ്റർ ഫിഷിനെയാണ്. അപ്പോൾ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ ബീറ്റ ഫിഷിനപ്പം നോക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ സിംഗിള്, അതായത് മെയിൽ ഫിഷേ ഉള്ളൂ. അപ്പം ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ടല്ലോ, ഭയങ്കര പണിയുള്ള പരിപാടിയാണ്. അപ്പം ഇവിടെ സിംഗിള് ആയിട്ടേ ഉള്ളൂ. അപ്പം ഇത് കുറച്ചും കൂടി യങ് അത്രേ, അപ്പം ഇതൊന്നും വളരണം അത്രേ. അപ്പം നമുക്കിപ്പം തന്നതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ റേറ്റ് അഫോർഡബിൾ പ്രൈസാണ്, ആർക്ക് വേണമെങ്കിലും വാങ്ങാം. അത്രയും ലോ പ്രൈസിൽ കിട്ടുന്ന ഫൈറ്റേഴ്സാണ്. ഇവിടെ കുറേ പെറ്റ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ വീട്ടിലത്തവരൊക്കെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടുന്നാണ് പെറ്റ്സൊക്കെ വാങ്ങാറ്. അപ്പോൾ നമ്മളെപ്പം ചൂസ് ചെയ്യുന്ന പെറ്റ് ഷോപ്പ് ഇതാണ്. ഇപ്പോൾ ഇവർ ഇതുപോലത്തെ പുതിയ പുതിയ പെറ്റ്സിനൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈമേലിരിക്കുന്നതാണ് ആൾ. അപ്പം ഒരു ബീറ്റ ഫിഷാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെ ബീറ്റ എന്നും പറയും, ബെറ്റ എന്നും പറയും, ഫൈറ്റർ ഫിഷ് എന്നും പറയും. അതായത് ഇതിനെ പറയാൻ കാരണം, ഇതിനെ രണ്ടെണ്ണത്തിന് ഒപ്പരം ഇട്ട് വെച്ചാൽ അവർ ഫൈറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരാൾ മരിക്കും. അതായത് അവർ രണ്ടാളും കൊത്തുകൂടി മരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫൈറ്റർ ഫിഷ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇതിൻ്റെ പേര് ബെറ്റ എന്നാണ് ഫ്രണ്ട്സ്. അപ്പം ഇതിലാണ് നമ്മളിവിടെ ബെറ്റ ഫിഷിനാക്കാൻ പോകുന്നത്. ഇതെൻ്റെ വീട്ടിലുള്ള ഒരു പ്ലേറ്റ് പോലത്തെ ഒരു വലിയ പാത്രമാണ്. അപ്പം ഇതിൽ ഞാൻ എൻ്റെ ബെറ്റ ഫിഷിനെ ഒരു അരമണിക്കൂർ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വാട്ടർ ടെമ്പറേച്ചർ ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. നമ്മൾ ഇതിലേക്ക് ഒരു ബദാമിൻ്റെ ഇല ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ ബദാമിൻ്റെ ഇല ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ബദാമിൻ്റെ കറ ഈ ഫൈറ്റർ ഫിഷിൻ്റെ വിങ്സിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അത് മരുന്നാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ബദാമിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആളെ തുറന്നു വിടാൻ പോവുകയാണ്. അപ്പം ക്യാമറ ഞാൻ ഒറ്റക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ എങ്ങനെയല്ലോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ലൂസാക്കി വിടുകയാണ്. അപ്പം ആൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആള് ചെറുതത്രേ. അപ്പം ഇപ്പം വിങ്സൊക്കെ കുറച്ച് കുറവാണ്. കുറച്ച് വലുതാകുമ്പം വിങ്സൊക്കെ വരും. ആളിവിടെ ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ്. ആദ്യത്തെ ഇതൊരു പരിചയമില്ലാത്തത് കൊണ്ട്. കാരണം ഇവരൊക്കെ ചെറിയ ചെറിയ ബോട്ടിലിൽ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ആൺമെയിലിനെല്ലാം ഇതിലാക്കുന്നത്. ഫീമെയിലെല്ലാം ഒപ്പരാണ് ഇടൽ, കാരണം അവർ ഫൈറ്റ് ചെയ്യുകയൊന്നും ചെയ്യൂല. അപ്പോൾ ഈ മെയിൽസിനെല്ലാം അവർ ബോട്ടിൽ ചെയ്ത് വെക്കലാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു പെയറിനെ എന്തായാലും എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചെറുങ്ങനെ കുറച്ച് ഗ്രോത്ത് എല്ലാം ആവട്ടെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബ്രീഡിങ് വീഡിയോസ് എല്ലാം ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൻഡ് ഐ ആം സൈനിങ് ഓഫ് ദേവദത്ത്.